السلام عليكم. الحمد لله الذي هو الأول الأولين لا بداية لابتدائيته، هو الآخر الأواخر لا نهاية لانتهائه، هو العلام الغيوب وشديد العقاب وغفور الودود، والصلاة والسلام على من لا نبي بعد، الذي أدى الأمان وبلغ الرسالة، وسيد الكائنات وأشرف المخلوقات وحبيب رب العالمين، وسيدنا محمد النبي الأمي الهاشمي الأبطحي التهامي، وعلى آله وأصحابها الطيبين الطاهرين. أيها العلماء الأعزاء والمستمعون الكرام الأحباء، إننا نجتمعنا وفي هذه الليلة السعيدة للحفلة الوالدة العروس ولي الله الشيخ أحمد الدرويش القادري والجشتي رحمه الله. لهذا أولا نقول لنا كل واحد من العلماء والجماهير بحضوركم شكرا جزيلا جميلا جدا. بهمانية والنلايا ولي الله ഷേഖ് അഹമ്മദ് ദർവേഷ് ഖാദിർ والجشتي رحمه الله ഉപ്പായുടെ 72ാമത്തെ ആണ്ട് നേർച്ചയുടെ സമാപനമാണല്ലോ ഇന്ന്. ഉപ്പായെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് പറയണമല്ലോ. ഹെൽക്കരത്ത് ദർവേശല്ലേ, ദർവേശെ സംബന്ധിച്ചുള്ള സ്മരണയല്ലേ, അതാണല്ലോ മുർദയിൽ നമുക്ക് മുസലിമ പഠിപ്പിച്ചു തന്നത്. ഖദംതുഹു ബിമദീഹിൻ ഇസ്തിഖാലു ബിഹി ذنوب عمر مضى في الشعر والخدم. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 600 വർഷം ശേഷമാണ് ഇമാം മുസലി ജനിക്കുന്നത്. ആ കവിത രചിച്ചുകൊണ്ടിട്ട് പറയുന്നത് എന്താണ്? ഹബീബായ നബിയെ, അങ്ങേക്കുള്ള ഖിദ്മത്ത്, ഒരു സേവനമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ രചിച്ചത് ഒരു സേവനമാണ്. ഈ സേവനം കൊണ്ട് എനിക്ക് വേണ്ടത് എന്റെ കഴിഞ്ഞ കാല കവിതാ രചന കാലത്തും മറ്റുള്ളവർക്ക് സേവനം ചെയ്ത കാലത്തും എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ എനിക്ക് പുറത്ത് കിട്ടണം. അതുകൊണ്ട് മദഹ് ചെയ്യുക, പ്രശംസിക്കുക, അത് ഖിദ്മത്താണ്, സേവനമാണ്. അത് തന്നെയാണ് ദർവേശ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പാടെ ഒന്ന് രണ്ട് ചരിത്രങ്ങൾ പറയേണ്ടതാണ് പ്രധാനം. അതായത് പ്രസംഗിക്കാൻ പറയും, പക്ഷെ ഈ ചരിത്രം പറയണ്ടേ. ഉപ്പാക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരി 2 ഉണ്ട്. ഒന്ന് ആയിഷ, ഒന്ന് സൈനബ. സൈനബ എന്ന സഹോദരിയിൽ ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. ഉപ്പ സ്ഥലത്തില്ല, അകലാടില്ല. അമ്മായി സൈനബ ബീവി അവരെ പാമ്പ് കടിച്ചു വിഷമയച്ച് നമ്മുടെ പഴയ വീടിന്റെ പരിസരത്ത് വെച്ചിട്ട് ബോധം കെട്ട് വീണു. എന്റെ കുഞ്ഞാപ്പടക്കം എല്ലാവരും വളരെ വിഷമത്തിലാണ്. ബോധമില്ല, വിഷം കയറിയിരിക്കുന്നു. കുഞ്ഞാപ്പ അനിയ എന്ത് ചെയ്യിക്ക, എവിടെയാണ്, ഈ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ആ ചെയ്തു. അതിന് പണ്ഡിതനാണ്, ആര്യമാണ്. അദ്ദേഹത്തെ പറ്റി വിശദീകരിക്കാൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കടക്കുന്നില്ല, സമയം പോയി പോകും. അല്പസമയത്തിനകം തന്നെ ദർവേശ് യാത്രയിലായിരുന്ന ദർവേശ് അതാവട്ടെ, ദർവേശ് വന്ന ഉടനെ തന്നെ പറഞ്ഞു എന്ത് ചെയ്തു, അമ്മായിയുടെ തലയിൽ ഒരു മുറിവുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞൊരു കരിക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് ആയിരിക്കുന്ന മഹമ്മൂദാജിയുടെ വല്യപ്പാട്. കരിക്ക് കൊണ്ടുവന്നു, കരിക്കിനൊരു ദ്വാരം ഉണ്ടാക്കി. എന്നിട്ട് ആ കരിക്ക മുറിവിൽ വെച്ച്, എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, അളിയാന്നാണ് വിളിക്കുക, ആ പാമ്പ് കടിച്ച സ്ഥലത്ത് അത് കൊണ്ടുപോയി വെക്കുക. അത് അവിടെ കൊണ്ടുപോയി വെച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അമ്മായിക്ക് ബോധം വന്നു, വിശമിറങ്ങി. എന്നിട്ട് പറഞ്ഞ ആ കരിക്ക് വെച്ച സ്ഥലത്ത് പോയി നോക്കാം. അപ്പോഴൊരു പാമ്പ് അവിടെ ചത്ത് കിടക്കുന്നത്. ആ പാമ്പ് ചത്ത് കിടന്നത് കൊണ്ടിട്ട് 3 ദിവസം ലഘുഭക്ഷണം കഴിച്ചിട്ട് മാത്രം ദർവേശ് നോമ്പ് അനുഷ്ഠിച്ചു. കാരണം പാമ്പിന് ഇവിടെ ചത്തല്ലോ. അതിന് പരിഹാരം വിശദീകരിക്കുന്നില്ല, ഞാൻ ചരിത്രം മാത്രം പറയും. വിശദീകരിക്കുമ്പോൾ സമയം പോകും. അതുപോലെ തന്നെ ഈ വിഷത്തിന്റെ കഥ പറഞ്ഞപ്പോഴാണ് വന്നത്. മണത്തല ഉപ്പായുടെ പ്രധാന മുരീദാണ് അബ്ദുൾ റസാഖ്. ഈ അബ്ദുൾ റസാഖ് എന്നവരുടെ മകന് ഇസ്മായിൽ. ഒരു ദിവസം രാത്രി ഒരു 12 മണിയായി കാണും. അപ്പൊ അബ്ദുൾ റസാഖ് എപ്പോഴും നമ്മളവിടെ ഉണ്ടാവും. ഉപ്പാന്നാണ് വിളിക്കുക. അബ്ദുൾ റസാഖെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പൊതി കയ്യിൽ കൊടുത്തു.
ഇത് കൊണ്ടുപോയി ഉമ്മാടെ വായ വെച്ചു കൊടുക്കുക. പോകുമ്പോഴും പിന്നെ വരുമ്പോഴും ആരോടൊന്നും മിണ്ടരുത്, തിരിഞ്ഞ് നോക്കരുത്. അപ്പൊ ഈ രാത്രിയാണല്ലോ എനിക്ക് പേടിയാവില്ല, ഒരു വടി കൊടുത്തു, ഈ വടി വെച്ചോ. അന്ന് ഇതാണല്ലോ പൂഴിമണല്. പുറത്തിറങ്ങി അവിടെ നടന്ന് വീട്ടിൽ എത്ര സമയം കൊണ്ട്, വളരെ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തി. അതൊക്കെ അള്ളാഹുവിന്റെ കുതിർത്ത്, ഞാൻ അതിലേക്ക് അടക്കുന്നില്ല. അവിടെ ചെന്ന് നോക്കുമ്പോഴെന്താണ് അബ്ദുൽ ബോധം കെട്ട് കിടക്കുക. രാത്രി പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാൻ നിലയിട്ടൊന്നുമില്ലല്ലോ. അപ്പോഴും പാമ്പ് കടിച്ചു വിഷം തേടി കിടക്കുകയാണ്. അപ്പൊ അവരൊക്കെ അത്ഭുതപ്പെട്ട് എങ്ങനെ വന്നവര് പിന്നെ അകലാട് കടിക്കല്ലേ, എങ്ങനെ വന്നോ ഒന്നും ആരോടൊന്നും പറയരുതെന്നല്ലേ പറഞ്ഞത്. ആരോടൊന്നും പറഞ്ഞില്ല. ആ മരുന്ന് ഇപ്പൊ കൊടുത്തത് മരുന്നോ എന്തോ അത് വായിലിറ്റിട്ട് കൊടുത്തു. അതേപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. കണ്ടോ, അവിടെ വിഷം തേടിയപ്പോൾ പാമ്പ് കടിച്ചപ്പോൾ അകലാടുന്ന ദർവേശൻ അത് കാണാൻ കഴിഞ്ഞു രാത്രി. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ആ വിശദീകത കിടക്കുന്നില്ല, ഔലിയാക്കൾക്കുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, മുത്തൂറ്റ് ഫൈനാൻസ് ഒരു ബാങ്കാണത്, പലിശ കൊടുക്കുന്നത്. ഈ മുത്തൂറ്റ് ബാങ്കിലെ അക്കൗണ്ടന്റാണ് കേച്ചേരിയിലെ നിഷാദൻ. ഹൈദരാബാദിലുള്ള മുത്തൂറ്റ് ബാങ്കിലെ മാനേജർ അവിടെ പണ സംബന്ധമായ ഒരു തിരിമറി നടത്തി. അതുകൊണ്ടിട്ട് അവരുടെ മുത്തൂറ്റ് ഫൈനാൻസിന്റെ കംപ്ലൈന്റ് അനുസരിച്ചിട്ട് അവൻ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അവിടുത്തെ അക്കൗണ്ടന്റാണ് നിഷാദ്, കേച്ചേരിയിലുള്ള നിഷാദിനെ പിടിച്ചുകൊണ്ടുപോയി. പോലീസിന്റെ രീതി അതാണല്ലോ, ചോദ്യം ചെയ്ത്. നിഷാദ് നിരപരാധിയാണ്, പണം പറ്റിച്ചത് മറ്റവനാണ്, പക്ഷെ പോലീസല്ലേ, അവരുടെ ഭാഷയല്ലേ. അവിടെ കിടന്നിട്ട് ജയിലിലായി. ആ ജയിലിൽ കിടന്നിട്ട് ദർവേശ്, ഞാൻ നിരപരാധിയാണ്, എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗം? എന്നാൽ ദർവേശ് എന്നുള്ള കേൾവിയേ ഉള്ളൂ, ഇവിടെ വന്നിട്ടില്ല, സിയാറത്ത് ചെയ്തിട്ടില്ല. അന്ന് രാത്രി ഒരാള്, പ്രായമുള്ള ഒരാള്, താടിയെല്ലാം വെച്ച് ജയിലിൽ ഉറങ്ങിക്കിടക്കുന്ന അവനെ വന്ന് തട്ടി വിളിച്ചിട്ട് അടിക്കാൻ പറഞ്ഞു. വാതിലതാ തുറന്നു കിടക്കുന്നു, പുറത്തു പോകുന്നു. അവനെഴുന്നേറ്റ് നോക്കുമ്പോ പോലീസുകാരൻ പുറത്തിരുന്ന് ഉറങ്ങുന്നുണ്ട്, ജയിലിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. നിഷാദ് അത് തന്നെ ഇറങ്ങി. അങ്ങനെ കേച്ചേരിയിൽ വരികയും പിന്നീട് ഇവിടെ വരികയും ചെയ്തു. അപ്പൊ നോക്കണം, ഔലിയാക്കളുടെ, ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, പറയാൻ കുറേയുണ്ട്, പറഞ്ഞ സമയം കളയുന്നില്ല. ഔലിയാക്കൾ അള്ളാഹു കൊടുത്ത ആ ദറജ ഇതിനൊക്കെ നിഷേധികളുണ്ടല്ലോ. പ്രാന്തം ചെയ്ത് ചാടി വന്ന ഭ്രാന്തന്മാരെന്ന ഞാൻ അവരെ പറയാം, അവർക്കെന്തും പറയാം. കാരണം അവരുടെ രീതി അതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ജമാഅത്ത് മുജാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോകത്താകെയുള്ള രണ്ട് വിഭാഗം മാത്രം. ഷിയാസുന്നി മുജാഹിദ് എന്നുള്ളത് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശിനും ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബ്രാഞ്ചാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് മഹാനവറുകളുടെ പൊരുത്തബന്ധം നമ്മൾ ഉണ്ടാകട്ടെ. ഇവിടെ എത്തിച്ചേർന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരുപാട് ആണ്ട് നേർച്ച പണം ചരിത്രം പറയാതെ പറഞ്ഞ് ശരിയല്ലോ. ഇപ്പൊ വരുന്നവർക്ക് എത്ര അറിയില്ല, അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന പറഞ്ഞ അൽഹംദുലില്ലാ എല്ലാ കാലത്തും നമുക്ക്. കാരണം ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് ഫുഖറാ സലാം എല്ലി പിരിഞ്ഞേ ദാറുൽ ഫനാബിട്ടുടൻ ചേർന്നു ബഖാവാന്താറ്. ഈ താൽക്കാലിക ഭവനമായ ദുനിയാവിനോട് സലാം ചൊല്ലി പിരിഞ്ഞിട്ട് നേരെ പോയി കിടക്കുകയാണ് അവിടെ. 72 വർഷമായി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാള് പള്ളിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിലുപരി ആ ഖബറിൽ കിടന്നുകൊണ്ടിട്ട് നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ പൊരുത്തം അനുഗ്രഹം നമ്മൾ എല്ലാവരും ഉണ്ടാകട്ടെ. ഈ നാടിന്റെ കഥാവിളക്കാണ്. അതുപോലെ തന്നെ ഞാൻ എന്തായാലും സൂചിപ്പിച്ചല്ലോ, അതിലേക്ക് കടക്കുന്നില്ല. മഹാനവറുകളുടെ ബർക്കത്ത് നമ്മൾ ഉണ്ടാവട്ടെ. ദർവേശയെ തേടിയിട്ടിട്ട് ഈ അകലാട് മണ്ണിൽ കാലുകുത്താത്ത ഒരൊറ്റ ഔലിയാക്കളും ഹയാത്ത് കാലത്തില്ല, ഇപ്പോഴും ഇല്ല, ഒന്നുകൊണ്ടേ ഏതെല്ലാം മഹാത്മാര്. എൻ്റെ ആദ്യത്തെ എനിക്ക് സമരീതി കിട്ടാൻ ആദ്യമായിട്ട് ജനിക്കുന്ന ആളാണ് കൂരിയാട് കോട്ടയ്ക്ക് തേനും മുസ്ലിം പാപ്പ. ഇത് സുഖേജനാണ്. അത് മുതൽ അങ്ങോട്ടുള്ള മഹാമാരി എൻ്റെ അറിവിൽപ്പെട്ടത്.
പിന്നെ കുഞ്ഞാപ്പ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പൊരുത്തപ്പെട്ട മഹാന്മാരുടെ റഹ്മാനായുള്ള ഞങ്ങളിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ വിട്ടുകൊടുത്തിട്ട് ഞങ്ങളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കണമേ റഹ്മാനായുള്ള. അസ്സലാമു അലൈക്കും.